എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിലാണ് അല്ലെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രധാന ഭാഗം തന്നെയായി മാറിക്കഴിഞ്ഞു. നാം ദിവസേന ഉപയോഗിക്കുന്ന യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം പ്രവർത്തിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഈ ഒരു ടെക്നോളജി നമ്മൾ ഭയപ്പെടേണ്ട ഒന്നാണോ? ഇത് മനുഷ്യരാശിക്ക് ഭീഷണിയാവുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിൽ നിന്ന് കമ്പനികൾ മറച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ ഞാനിന്ന് ക്ഷണിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഞെട്ടിക്കുന്ന സത്യങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക്. നാം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വോയിസ് അസിസ്റ്റന്റ് ആയിട്ടുള്ള അലക്സ, സിരി, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് തുടങ്ങിയ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം പ്രവർത്തിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടെക്നോളജി ബേസ് ചെയ്തുകൊണ്ടാണ്. നാം വിചാരിക്കുന്നത് നമ്മളാണ് ഇവയെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കഴിഞ്ഞാൽ ഈ ഒരു AI ടൂളുകൾ തന്നെയാണ് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാനും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജിക്ക് സാധ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ എത്രമാത്രം AI ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ദിവസേന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടെക്നോളജി ഉപയോഗിച്ച് ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. നമ്മൾ അതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവയുടെയൊക്കെ അപകടവശങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പോലും ജീവൻ നൽകുവാനും നമ്മുടെയൊക്കെ ചിന്തകളിൽ മാത്രം ഉണ്ടായിരുന്ന ആശയങ്ങളെ വിഷ്വൽസ് ആയി കൺവേർട്ട് ചെയ്യുവാനും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധ്യമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി ഇങ്ങനെ തന്നെ വളർന്നുകൊണ്ടിരുന്നാൽ മനുഷ്യരാശിയെ കാത്തിരിക്കുന്നത് എത്രമാത്രം വലിയ ഒരു അപകടമാണെന്ന്? ഇനി എന്തുകൊണ്ടായിരിക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി മനുഷ്യരാശിക്ക് ഇത്രമാത്രം അപകടകാരിയായ ഒന്നാണെന്ന് പറയുന്നത്? ഏതൊരു AI ടൂളുകളും പ്രവർത്തിക്കുന്നത് നമ്മെ തന്നെ പൂർണ്ണമായി സ്റ്റഡി ചെയ്തുകൊണ്ടാണ്. നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് കളക്ട് ചെയ്തെടുത്തിട്ടുള്ള പേഴ്സണൽ ഡേറ്റാസും അതുപോലെ തന്നെ നമ്മളായി ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ള പേഴ്സണൽ ഡേറ്റാസും എല്ലാം ഉപയോഗിച്ച് നമ്മെ പൂർണ്ണമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഏതൊരു AI ടൂളുകളും പ്രവർത്തിക്കുന്നത്. നമ്മൾ അറിയാതെ തന്നെ ഒരു ഫ്രണ്ട് പോലെ നമ്മളോട് ആക്ട് ചെയ്യുകയും നമ്മളിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ല ഇതിന് മറുവശത്ത് ഉണ്ടാകാനിരിക്കുന്ന അപകടങ്ങളെ പറ്റി. നമ്മളുടെ ഫ്രണ്ട് പോലെ ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡേറ്റാസ് പോലും നമ്മൾ ഏതൊരു AI ടൂളുകളുമായി ഷെയർ ചെയ്യും. ഇതിന് പ്രധാന ഒരു ഉദാഹരണം തന്നെയാണ് ChatGPT എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു AI ടൂളാണ് ChatGPT എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ChatGPT ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട് അല്ലെ. എന്നാൽ ഇതിന്റെ അപകടവശങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. ChatGPT എന്ന് പറയുന്നത് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു AI ടൂളാണ്. എന്നാൽ അതോടൊപ്പം തന്നെ വളരെയധികം അപകടം ചെയ്യാനും കഴിവുള്ള ഒരു AI ടൂളാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ ഗുണങ്ങളെക്കാൾ ഏറെ ദോഷവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടെക്നോളജിക്കുണ്ട്. നാം നൽകുന്ന ഡേറ്റാസ് ഒന്നും AI ടൂളുകളുടെ കയ്യിൽ സുരക്ഷിതമല്ല എന്ന കാര്യമാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഏതൊരു AI ടൂൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് അവരുടെ യൂസേഴ്സിന്റെ ഡാറ്റ തന്നെയാണ് പ്രധാന വരുമാന മാർഗം. ഇത് മറ്റുള്ള കമ്പനികൾക്ക് വിറ്റുകൊണ്ടാണ് AI ടൂളുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഇന്ന് വരുമാനം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി തിരിച്ചറിയേണ്ടത്. AI ഉപയോഗിച്ച് ഇന്ന് ഒരു മനുഷ്യനെ പൂർണ്ണമായി കോപ്പി അടിക്കാൻ സാധിക്കും. നിങ്ങളുടെ കേവലം ഒരു ഇമേജിൽ നിന്ന് ജീവൻ തുടിക്കുന്ന വീഡിയോസ് ഇന്ന് ക്രിയേറ്റ് ചെയ്യുവാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിക്ക് സാധ്യമാണ്. ഇതിൽ തന്നെയുണ്ട് ഇതിന്റെ അപകടവശം എന്താണെന്നുള്ളത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ മറ്റൊരാൾക്ക് ചൂഷണം ചെയ്യാനായി സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് അതിനനുസരിച്ച് ഒരു കമാൻഡ് നൽകി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ജീവൻ തുടിക്കുന്ന ഒറിജിനൽ ആണെന്ന് തോന്നി
തോന്നിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇന്ന് AI ടൂളുകൾക്ക് സാധ്യമാണ്. കേൾക്കുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ഒരുപാട് ചൂഷണം ചെയ്തിട്ടുള്ള കേസുകൾ നിരവധിയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്തതാണെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കാൻ കഴിവുള്ള രീതിയിൽ അത്രയും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഡീപ് ഫേക്ക് വീഡിയോസ് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത് എടുക്കാനാവും. ഇതുപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും നിങ്ങളെ ചൂഷണം ചെയ്യാനുമാകും. പണ്ടൊരിക്കല് എലോൺ മസ്ക് പറയുകയുണ്ടായി, AI is far more dangerous than a nuclear weapon എന്ന്. അതായത് ഒരു ന്യൂക്ലിയർ വെപ്പണെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടെക്നോളജി വളരെയധികം ഡെഡ്ലി ആയിട്ടുള്ള അപകടകാരിയായിട്ടുള്ള ഒരു കാര്യമാണ്. വരും കാലങ്ങളിൽ ഇവയ്ക്ക് സ്വയം ചിന്തിക്കാനും സ്വയം തീരുമാനമെടുക്കുവാനും സ്വയമേ പഠിച്ച് അതിനെ ദുരുപയോഗം ചെയ്യുവാനും സാധിക്കും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ അപകടവശങ്ങൾ മനസ്സിലാവും. എത്രമാത്രം സീരിയസ്നെസ് ആണ് ഈ ഒരു ടോപ്പിക്കിന് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത്. വരും കാലങ്ങളിൽ ഇങ്ങനെ തന്നെ AI വളർന്നുകൊണ്ടിരുന്നാൽ മനുഷ്യരാശിയെ പൂർണ്ണമായി തുടച്ചു നീക്കുവാനും ഇവയ്ക്ക് സാധിക്കും. കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ വളരെയധികം ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത ഒരു വെപ്പൺ ഉണ്ടായിരുന്നു. റഷ്യ ഇന്ത്യക്ക് സമ്മാനിച്ച S-400 എന്ന വെപ്പൺ. വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള, അതായത് കിലോമീറ്റേഴ്സ് അകലെ നിന്ന് തന്നെ അപകടത്തിനെ തിരിച്ചറിയുവാനും അത് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിൽ ചിന്തിച്ച് തീരുമാനമെടുത്ത് സ്വയമേ ആ ഒരു അപകടത്തെ നിർവീര്യമാക്കുവാനുമുള്ള കഴിവ് S-400 എന്ന വെപ്പൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതായത് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ ചിന്തിക്കുവാനും സ്വയമേ തീരുമാനമെടുക്കുവാനും കഴിയുന്ന അത്രയും രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടെക്നോളജി വളർന്നു കഴിഞ്ഞു. എന്നാൽ ഇത് തന്നെയാണ് ഇതിന്റെ പ്രധാന അപകടവശവും. ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയും ഒരു മനുഷ്യൻ തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെയും ഒരു മെഷീൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മനുഷ്യരാശിയുടെ കാര്യം എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെ നടന്ന സ്റ്റഡീസ് പ്രകാരം പ്രമുഖന്മാരായിട്ടുള്ള സയന്റിസ്റ്റുകൾ പറയുന്നത് 2050 മെഷീൻസ് മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ ആരംഭിക്കും. ജോബ്സ്, ക്രിയേറ്റിവിറ്റി, ഈവൻ ഹ്യൂമൻ ഇമോഷൻസ് വരെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇവ വളർന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന റോബോട്ടുകൾ, AI, വിർച്വൽ ലവേഴ്സ്, ഇവയൊക്കെ ആയിരിക്കാം ഭാവിയിൽ നമുക്ക് കാണേണ്ടി വരിക. സോ AI മനുഷ്യനെ സഹായിക്കുമോ അതോ മനുഷ്യരാശിയെ പൂർണ്ണമായി തുടച്ചു നീക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. See you on the next chapter. Until then, it's me, Jaswin from Secret Book, signing off.